അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ക്യൂ സ്പോട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 2016 സൗദി അറേബ്യയിൽ വെച്ച് നടന്ന ഒരു മനോഹരമായ സംഭവമുണ്ട്. നസ്രുൽ കരീം എന്നു പേരുള്ള ബംഗ്ലാദേശുകാരൻ, അദ്ദേഹം ഉപജീവനമാർഗം തേടി സൗദി അറേബ്യയിലെ റിയാദിൽ എത്തിയതാണ്. അഥവാ റിയാദിലെ തെരുവുകൾ അടിച്ചുവാരുന്ന അങ്ങനെ സാധാരണക്കാരനായ ഒരു ശുചീകരണ തൊഴിലാളി. ഒരു ദിവസം ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളുടെ കണ്ണുകൾ റിയാദിലെ ഒരു വലിയ ചില്ലുകൊട്ടാരത്തിൽ, അഥവാ സ്വർണ്ണക്കടയ്ക്ക് മുന്നിലെ ചില്ലുകൾക്കിടയിൽ മനോഹരമായിട്ട് പൊതിഞ്ഞു വെച്ച ആ സ്വർണ്ണാഭരണങ്ങളിലേക്ക് കണ്ണുടക്കുകയാണ്. അങ്ങനെ കയ്യിൽ ചൂലുമായി വിയർത്തൊലിക്കുന്ന മുഖത്തോടുകൂടി ക്ഷീണിതനായി ആ സ്വർണ്ണാഭരണങ്ങളിലേക്ക് നിശ്ചലനായി നോക്കി നിൽക്കുന്ന ഈ നസ്രുൽ കരീമിനെ അവിടെയുള്ള ഒരു സൗദി യുവാവ് ഈ കാഴ്ച കണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്. അഥവാ ഇങ്ങനെയുള്ള ആളുകൾക്ക് മാലിന്യങ്ങളെ നോക്കി നിൽക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ അവകാശമുള്ളൂ എന്ന ക്യാപ്ഷനോടുകൂടി ഇയാളെ പരിഹസിക്കാൻ എന്ന വണ്ണം മാത്രം ഉദ്ദേശിച്ച് അദ്ദേഹം ആ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അഥവാ ഒരാളെ കളിയാക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആ യുവാവ് പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോ പിന്നീട് സമൂഹ മാധ്യമത്തിൽ പെട്ടെന്ന് വൈറലാകുന്നു. വലിയ വിമർശനങ്ങൾക്ക് ഈ ഫോട്ടോ വകവെക്കുന്നു. അങ്ങനെ പലരും ആ ഫോട്ടോയിലുള്ള ആളാരാണ് എന്ന് തപ്പിപ്പിടിച്ച് അദ്ദേഹത്തിനെ തേടി വരികയും അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ, അഥവാ സ്വർണ്ണാഭരണങ്ങൾ, ഐഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ, അല്ലെങ്കിൽ പൈസകളായിട്ട്, അങ്ങനെ എന്തിനേറെ പറയുന്നു, തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് ഉൾപ്പെടെ അങ്ങനെ നിരവധി സമ്മാനങ്ങൾ അദ്ദേഹത്തെ വന്ന് ചേടുകയാണ്. അതും അതിൻ്റെ ഏറ്റവും മനോഹരമായ സംഭവം എന്ന് പറഞ്ഞാൽ, നേരത്തെ അദ്ദേഹം നോക്കി നിൽക്കാൻ മാത്രം കഴിഞ്ഞിരുന്ന ആ സ്വർണ്ണാഭരണം പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇദ്ദേഹത്തിനെ പറ്റി പിന്നീട് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത്, വളരെ തുച്ഛമായ ശമ്പളത്തിന് അദ്ദേഹം ആ റിയാദിലെ ശുചീകരണ തൊഴിലാളിയായി പണിയെടുക്കുമ്പോഴും അദ്ദേഹം വളരെ കാരുണ്യവാനായിരുന്നു. അഥവാ അദ്ദേഹത്തിൻ്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു സദക്ക, അല്ലെങ്കിൽ ഒരു വിഭാഗം, ആ ശമ്പളത്തിൻ്റെ ഒരു വിഭാഗം അദ്ദേഹം അവിടുത്തെ പൂച്ചകൾക്ക് ഭക്ഷണം വാങ്ങി നൽകുമായിരുന്നു എന്ന് പിന്നീട് അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഈ മനുഷ്യനോട് പിന്നീട് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ അങ്ങനെ ജുവലറിക്ക് മുന്നിൽ നിശ്ചലനായി നിന്നുപോയത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന മറുപടി, അടുത്ത ആഴ്ച എൻ്റെ മകൻ്റെ വിവാഹമാണ്. അപ്പോൾ ആ മകന് എന്നെക്കാൾ എനിക്ക് എന്തെങ്കിലും കഴിയാവുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്ന് ഒരു നിശ്ചയവുമില്ലാതെയാണ് ഞാൻ ആ സ്വർണ്ണം കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിന്നത് എന്ന് ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഈ സംഭവമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന കുറച്ച് ഖുർആനിക വചനങ്ങളുണ്ട്. അഥവാ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അഥവാ ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് രക്ഷ നൽകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന്, അവൻ വിചാരിക്കാത്ത സംഭവങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് നൽകും, വിഭവങ്ങൾ നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാക്കിൻ, നിങ്ങളുടെ കൈവശമുള്ളതൊക്കെ കഴിഞ്ഞു പോകും, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈവശമുള്ളത് അതാണ് എന്നെന്നും ബാക്കിയാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബാക്കിയാകുന്ന റിസ്ക് ഉള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഈ ആയത്തുകളൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു ആശ്വാസമുണ്ട്, ഒരു തിരിച്ചറിവുണ്ട്. അഥവാ അവൻ്റെ ജീവിതത്തിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ ആശ്വാസവും സമാധാനവും സംതൃപ്തിയും നൽകുന്ന ചില ഖുർആനിക വചനങ്ങളാണിത്. കാരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ടെൻഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നെട്ടോട്ടം ഓടുന്നത്, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അത് നമ്മൾ ഈ റിസ്ക് തേടിയിട്ടാണ്, ഈ ഉപജീവനം തേടിയിട്ടാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക ഈ എത്ര മാർക്ക് കിട്ടും, മാർക്ക് കിട്ടിയാലാണ് അതിനനുസരിച്ചുള്ള ജോലി കിട്ടുക, അങ്ങനെ ജോലി കിട്ടിയാലാണ് വലിയ ശമ്പളം കേടുക, അങ്ങനെ ശമ്പളത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, മാർക്കുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന, ടെൻഷൻ അടിക്കുന്ന ഒരു ജീവിത കാലയളവിലാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മൾ ഉള്ളത്. അഥവാ അങ്ങനെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, റിസ്കിന് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാകുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്താണ് യഥാർത്ഥത്തിൽ ഈ റിസ്ക്, അല്ലെങ്കിൽ ഈ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
അഥവാ നിങ്ങളോടിപ്പോൾ ഞാൻ ഈ റിസ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരം അത് സമ്പത്ത്, പൈസ, ജോലി, അല്ലെങ്കിൽ കുട്ടികൾ, മക്കൾ, അങ്ങനെ ഐഹിക ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെയാണ് റിസ്കിനെ കാണുന്നതെങ്കിൽ വളരെ കുടുസായ രീതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ റിസ്കിനെ നമ്മൾ നോക്കിക്കാണുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അറബി ഭാഷയിൽ റിസ്ക് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലെങ്കിൽ അറബി ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന എന്തും അതൊക്കെ റിസ്കിലാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഈ അർത്ഥത്തിൽ റിസ്കിൻ്റെ യഥാർത്ഥ അർത്ഥം ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം അത് നമ്മുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അഥവാ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഒരാൾ നമ്മളോട് മരിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് പല ഉത്തരം ഉണ്ടാവും. അവൻ്റെ കാലയളവ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ റൂഹ് പിടിക്കുമ്പോൾ, അങ്ങനെ പല ഉത്തരങ്ങളുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിക്കുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അതവൻ്റെ റിസ്ക് കഴിയുമ്പോഴാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, യഥാർത്ഥത്തിൽ നമ്മൾ റിസ്കിനെ പൈസയായിട്ട്, സാലറി ആയിട്ട്, ബിസിനസ്സായിട്ട്, അങ്ങനെ പലതുമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു പുൽക്കൊടി പോലും അതിൻ്റെ കാര്യം, അതിൻ്റെ റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ റിസ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യമല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും, നമ്മുടെ ഓരോ മൊമെൻറ്റും അത് യഥാർത്ഥത്തിൽ ഈ റിസ്കിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ഒരു തുള്ളി വെള്ളമെങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ റൂഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കൂല. കാരണം ആ വെള്ളത്തുള്ളിയും നമ്മൾ കുടിച്ച് അവസാനിപ്പിച്ചിട്ടേ നമ്മളെ റൂഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കൂ. അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ആഹാരത്തിൻ്റെ ഒരു കണിക പോലും, ഒരു ചോറിൻ്റെ ഒരു വറ്റെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് അപ്പോഴും ബാക്കിയാണ്, അപ്പോഴും നമ്മുടെ ജീവിതം ബാക്കിയാണ്, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിക്കുക എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൻ്റെ നമ്മുടെ റിസ്ക് കഴിയുമ്പോഴാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് വെച്ച റിസ്ക് കഴിയുമ്പോഴാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അപ്പോഴും നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നും, പക്ഷേ ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ റിസ്ക് എനിക്ക് കിട്ടാൻ എത്ര വൈകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും റിസ്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ടാണ് പലപ്പോഴും ഈ റിസ്ക്, അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ കിട്ടാത്തത്, വൈകുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിനുള്ള ഏറ്റവും നല്ലൊരു മറുപടി അത് സൂറത്തുൽ യൂസുഫിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയുടെ കഥ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അതിൽ തുടങ്ങുന്നത് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം കാണുന്നത് വെച്ചാണ്. അഥവാ അങ്ങനെ എല്ലാവരും എന്നെ വണങ്ങുന്ന, അല്ലെങ്കിൽ രാജാധികാരം പുലരുന്ന ഒരു സ്വപ്നമാണ് യൂസുഫ് അലൈഹി സ്വലാം കിട്ടുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ ഒരു രാജാധികാരം സ്വപ്നം കണ്ട യൂസുഫ് നബി അലൈഹി സ്വലാം, പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്നത് ഫുള്ള് ദുരിതങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളുന്നു. പിന്നെ പൊട്ടക്കിണറ്റിൽ നിന്ന് അദ്ദേഹം പോകുന്നത് ജയിലിലാണ്. അങ്ങനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ജയിലിലേക്ക് മാറി മാറി ദുരിതങ്ങളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ടു, ആ സ്വപ്നം നേരെ സാക്ഷാത്കരിക്കുന്നു. അങ്ങനല്ല അതിൻ്റെ പോക്ക്, മറിച്ച് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരുപാട് സ്റ്റെപ്പുകൾ വേറെ ഉണ്ട്, ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകളാണ് ഈ ജയിലിൽ പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അദ്ദേഹം പൊട്ടക്കിണറ്റിൽ വീണില്ലായിരുന്നുവെങ്കിൽ ആ യാത്രാ സംഘം അദ്ദേഹത്തിനെ കണ്ടെത്തുമായിരുന്നില്ല. ആ യാത്രാ സംഘം കണ്ടെത്തുമായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങാടിയിൽ കൊണ്ട് വിൽക്കുമായിരുന്നില്ല. അങ്ങാടിയിൽ വിറ്റില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ജയിലിൽ എത്തുമായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അദ്ദേഹം ജയിലിൽ എത്തുമായിരുന്നില്ലെങ്കിൽ ആ രാജാവിൻ്റെ അടുക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന് എത്താൻ സാധിക്കുമായിരുന്നില്ല. അഥവാ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ആ റിസ്കിൻ്റെ കൂടെ ഭാഗമാണ് എന്ന് നമുക്ക് ഈ അർത്ഥത്തിൽ കാണാൻ കഴിയും. അഥവാ റിസ്ക് ഓരോ നിമിഷവും വൈകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ, യഥാർത്ഥത്തിൽ അതൊക്കെ നമ്മൾ ഡിലേ ആയിട്ട്, വൈകലായി കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അതൊരു ജീവിതത്തിൻ്റെ ഓർഡറായിട്ട്, അലൈൻമെൻ്റ് ആയിട്ടാണ് കാണുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിൽ നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിസ്കിനെ നമ്മൾ ഈ കാഴ്ചപ്പാടിലൂടെ കാണുകയാണെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, അള്ളാഹ് എപ്പോഴാണ് എനിക്കിനി കിട്ടുക എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നിർത്തേണ്ട ചോദ്യം എപ്പോഴാണ് എന്ന ചോദ്യമാണ്. മറിച്ച് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം അത് എൻ്റെ റിസ്കിന് വേണ്ടിയിട്ട് ഞാൻ ആരാണ് ആയിത്തീരുന്നത് എന്ന ചോദ്യമാണ്.
അഥവാ എപ്പോഴാണ് എനിക്ക് കിട്ടുക എന്ന ചോദ്യം നമ്മൾ നിർത്തിയിട്ട് ഉപേക്ഷിച്ചിട്ട് പകരം അത് കിട്ടാൻ വേണ്ടി എന്താണ് ഞാനിപ്പോൾ ആയിത്തീർന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങണം. യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിനെ ഇത്രയും ട്രയലിലൂടെ, ഇത്രയും ജീവിത പശ്ചാത്തലങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ചെന്നെത്തുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് യൂസുഫ് നബീനെ ചിലതൊക്കെ ആക്കി മാറ്റാനാണ്. അങ്ങനെ ആക്കി മാറ്റി സമയമെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റിസ്ക് എന്തായാലും കിട്ടും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്, പ്രോമിസാണ്. അതുകൊണ്ട് റിസ്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പോലെ യാ അയ്യുഹന്നാസു ഇന്ന അഹദുക്കും അൻ യമൂത ഹത്താ യസ്തക്മില റിസ്ഖുഹു. അതുകൊണ്ട് ഒരാളും റിസ്ക് പൂർത്തിയാവാണ്ട് മരിക്കൂല. പക്ഷേ പിന്നീട് റസൂൽ തുടരുന്നൊരു വാചകം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫലാ തസ്തബ്ദിഉ അർ-റിസ്ക ഖുദൂ മാ ഹല്ല വദഉ മാ ഹറമ. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് കിട്ടാൻ വൈകുമ്പോൾ നിങ്ങൾ കാണിക്കുന്നൊരു ധൃതി ഉണ്ടല്ലോ, അത് നിങ്ങൾ കാണിക്കരുത്. അല്ലെങ്കിൽ റിസ്ക് വൈകുമ്പോഴത്തേക്കും നിങ്ങൾ ഹറാം തേടി പെട്ടെന്ന് പോകുന്നുണ്ടല്ലോ, ആ ഹറാമിലേക്കുള്ള പോക്കൽ നിങ്ങൾ നിർക്കണം. അതുകൊണ്ട് റിസ്ക് വൈകുമ്പോഴും ഹറാമിൽ പോകാതെ ഹലാലായിട്ട് തന്നെ തുടരണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ റിസ്ക് അങ്ങനെ വിവാഹം കഴിക്കാണ്ട് ഒറ്റയ്ക്ക് സിംഗിളായിട്ട് നിർത്താനായിരിക്കും ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുക. കാരണം കുറേ സമയം കൂടെ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ശുശ്രൂഷിക്കാൻ കിട്ടും. ചിലപ്പോൾ നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ നമുക്ക് കുട്ടികൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ദാമ്പത്തിക ജീവിതത്തിൽ കുറച്ചുകൂടി സ്നേഹം, അങ്ങനെ കുട്ടികൾ വഴി പോകുന്ന കുറേ കൂടെ സ്നേഹം നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മാത്രമല്ല യഥാർത്ഥത്തിൽ റിസ്ക്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതെ പിടിച്ചു വെച്ചതും കൂടെയാണ് യഥാർത്ഥത്തിൽ റിസ്ക് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് പോലെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ കണക്കോടുകൂടിയാണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമ്മൾ എന്ന് ഉൾക്കൊള്ളുന്നുവോ, എന്ന് അംഗീകരിക്കുന്നുവോ, എന്ന് മനസ്സിലാക്കുന്നുവോ, അന്ന് റിസ്കിന് വേണ്ടിയിട്ടുള്ള ആദി നമുക്ക് അവസാനിപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.